+1 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 18 മതേതരത്വം സെക്കുലാരിസം എന്ന ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോട്ട്ഡ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇതിനകത്ത് ആദ്യമായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അന്തർമതമേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. എന്താണ് അന്തർമതമേധാവിത്വവും ആന്തരിക മതമേധാവിത്വവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? അന്തർമതമേധാവിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് നടക്കുന്നതാണ് ഇത്. എന്ത്? അന്തർമത മേധാവിത്വം. ആ പ്രദേശത്ത് ശക്തമായ മതം മറ്റു മതങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന പ്രവണതയാണ് എന്ത്? അന്തർമത മേധാവിത്വം. ഒരു പ്രത്യേക പ്രദേശത്ത് ഉള്ള ഒരു മതം മറ്റു മതങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് അന്തർമത മേധാവിത്വം. ചില സമൂഹങ്ങളിൽ ശക്തമായ മതം മറ്റു മതത്തിൽപ്പെട്ട അടിസ്ഥാനപരമായ മതസ്വാതന്ത്ര്യങ്ങൾ പോലും നിഷേധിക്കാറുണ്ട്. ഇതിനെയാണ് അന്തർമത മേധാവിത്വം എന്ന് പറയുന്നത്. ഇനി ആന്തരിക മതമേധാവിത്വമോ? ഒരു മതത്തിനുള്ളിൽ നടക്കുന്നതാണ് ആന്തരിക മതമേധാവിത്വം. പ്രത്യേക പ്രദേശത്താണ് അന്തർമതമേധാവിത്വം നടക്കുന്നതെങ്കിൽ ആന്തരിക മതമേധാവിത്വം നടക്കുന്നത് ഒരു മതത്തിനുള്ളിൽ തന്നെയാണ്. ഒരു മതത്തിനുള്ളിലെ ശക്തമായ വിഭാഗം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നതാണ് എന്ത്? ആന്തരിക മതമേധാവിത്വം. ഹിന്ദു മതത്തിനുള്ളിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയും പല മതങ്ങളിലും നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം ഇതിന് ഉദാഹരണമാണ്. ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് അല്ല. രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? ഒന്നാമത്തെ പോയിന്റ്, ഔദ്യോഗിക മതമില്ല, മതവും രാഷ്ട്രവും തമ്മിൽ ബന്ധമില്ല, രാഷ്ട്രത്തലവൻ മതമേധാവി പാടില്ല, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് മതേതരത്തിൻ്റെ പാശ്ചാത്യ മാതൃകയും ഇന്ത്യൻ മാതൃകയും തമ്മിൽ വ്യത്യാസം. നമുക്ക് പാശ്ചാത്യ മാതൃകയുടെ കാര്യങ്ങൾ. മതവും രാഷ്ട്രവും ഇടപെടില്ല, രാഷ്ട്രം മതസ്ഥാപനങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നില്ല, മതം ഒരു സ്വകാര്യ വിഷയമാണ്, രാഷ്ട്രപിന്തുണയോടെയുള്ള മതപരിഷ്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വ്യക്തി സ്വാതന്ത്ര്യവും സമത്വവും പ്രധാനം, സാമുദായിക അവകാശങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യമില്ല. ഇതാണ് മതേതരത്തിൻ്റെ പാശ്ചാത്യ മാതൃക. ഇനി മതേതരത്തിൻ്റെ ഇന്ത്യൻ മാതൃക നോക്കാം. മതങ്ങൾക്കിടയിലുള്ള സമത്വത്തിന് പ്രാധാന്യം, മതത്തിനുള്ളിലെ സമത്വത്തിനും പ്രാധാന്യം, രാഷ്ട്ര പിന്തുണയോടെയുള്ള മതപരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുന്നു, ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് പ്രാധാന്യം. ഇതാണ് ഇന്ത്യൻ മാതൃകയും പാശ്ചാത്യ മാതൃകയും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യൻ മതേതരത്വത്തിന് എതിരായ വിമർശനങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ പോയിന്റ്, മതവിരുദ്ധത. ഇന്ത്യൻ മതേതരത്വം ജനങ്ങൾക്ക് എതിരാനുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ മതവികാരങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് വെറുപ്പും വർഗീയതയും വളർത്തുന്ന പ്രവർത്തനങ്ങളെ മാത്രമാണ് ഇന്ത്യൻ മതേതരത്വം ഒഴിവാക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പാശ്ചാത്യ ഇറക്കുമതി. ഇന്ത്യൻ മതേതരത്വം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു എന്നതാണ് മറ്റൊരു വിമർശനം. എന്നാൽ നല്ല ആശയങ്ങൾ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ മതേതരത്തിൽ നിന്ന് വ്യത്യാസമാണ്. മൂന്നാമത്തെ പോയിന്റ്, ന്യൂനപക്ഷത്വം. ഇന്ത്യൻ മതേതരത്വം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു എന്ന ആരോപണം നിലനിൽക്കുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ മാത്രമാണ് ഇന്ത്യൻ മതേതരത്വം ശ്രദ്ധ നൽകുന്നത്. നാലാമത്തെ പോയിന്റ്, ഇടപെടൽ. മതങ്ങളിൽ അമിതമായി ഇടപെടുന്നു എന്നതാണ് മറ്റൊരു വിമർശനം. എന്നാൽ അത്യാവശ്യമായ മതപരിഷ്കരണം മാത്രം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തുന്നത്. പോയിന്റ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം. തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി മതവികാരങ്ങളെ ഉപയോഗിക്കുന്ന വിമർശനമുണ്ട്. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അടുത്ത പോയിന്റ്, അസാധ്യമായ പദ്ധതി. നിരവധി മതങ്ങളുള്ള ഇന്ത്യൻ സമൂഹത്തിൽ മതേതരത്വം അപ്രായോഗികമാണ് എന്ന് കരുതുന്നു. ഇത് തീർത്തും തെറ്റാണ്. ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഒരു വർഗീയത പുലർത്തുന്നത്.